ബ്രിഗേഡിയർ ഡോക്ടർ മോഹൻ പിള്ള താങ്കളിലേക്ക് പെട്ടെന്ന് വരികയാണ്. കാരണം ഇനി അടുത്തൊരു കോൺഫ്ലിക്റ്റ്, ഒരു പക്ഷേ ഒരു കൺവെൻഷണൽ വാർ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് നമ്മുടെ ചർച്ചയിൽ പറയുകയുണ്ടായി ബ്രിഗേഡിയർ വേണു നായർ. പക്ഷേ ഇനി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ചൈനയായിരിക്കും നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നുള്ളതാണ്. ഡോക്ടർ മോഹൻ പിള്ള താങ്കളോടാണ്. ഓഫ് കോഴ്സ് അതിൻ്റെ കാരണം കൺവെൻഷണൽ വാർ എന്നുള്ളത് ഒരു മേയർ കൺസെപ്റ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. കാര്യം 71 വാറിൽ ഇന്ദിരാഗാന്ധി വാസ് ദ ഹെഡ്, ഒരു ലീഡിങ് ഫിഗറായിരുന്നു. അപ്പോൾ ഓപ്പോസിഷനിലുണ്ടായിരുന്ന വാജ്പേയിയാണ് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞത് ദുർഗ എന്നാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കാണേണ്ടത് വെൻ വാജ്പേയി ബിക്കേം ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹീ ഓൾസോ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി അല്ലാതെ വളരെ ഹീറോയിസം കാണിച്ച് തന്നെ കാർഗിൽ കണ്ടക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ബാലൻസിങ് ഇക്വേഷൻസ് വന്നപ്പോഴും എല്ലാവരും അന്നു മുതലേ പറയുന്നുണ്ട് ചൈനയെ മാത്രം കണ്ണുമടച്ച് വിശ്വസിക്കാൻ പാടില്ല ഒരു കാരണവശാലും. ഹിന്ദി, ചീനി, ഭായി അല്ലെങ്കിൽ പഞ്ചശീല ഇതൊക്കെ ഒരു സൈഡിൽ നിൽക്കും. അവരെ ട്രസ്റ്റ് ചെയ്യാൻ വയ്യാത്ത ഒരു ഗ്രൂപ്പാണ് ചൈന എന്ന് പറയുന്നത്. അതുപോലെ എക്സ്റ്റേണൽ അഫെയർ, അതായത് വിദേശകാര്യത്തിലും ട്രസ്റ്റ് ചെയ്യാൻ വയ്യാത്ത ഒരു ഓപ്പർച്യൂണിസ്റ്റാണ് US എന്ന് പറയുന്നത്. അതായത് അവരുടെ കൺട്രിയുടെ നിലനിൽപ്പിന് വേണ്ടി അവരെന്തും ചെയ്യും, ആരുമായിട്ടും കൂട്ടുകൂടും. ഇതാണ് ഈ രണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് ചൈനയുടെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് തവാങ് സെക്ടർ, ബേസിക്കലി ഈ തവാങ് സെക്ടർ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് ടിബറ്റായിട്ടാണ് അവർ കാണുന്നത്. അവർ ഒരു കാരണവശാലും അതായത് എന്തിനാണ് ഇന്ത്യയുടെ ഇൻ്റഗ്രൽ പാർട്ടായിട്ടുള്ള തവാങ്, അരുണാചലിൻ്റെ പാർട്ടായിട്ടുള്ള തവാങ്ങിൽ നിന്ന് ഒരാൾ ചൈനയിൽ പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ വിചാരം അത് അവരുടെ ആളാണ്, പാസ്പോർട്ട് വേണ്ട എന്നാണ്. പാസ്പോർട്ട് ഇല്ലാതാണ് അവർ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, അതായത് അരുണാചൽ തവാങ് സെക്ടറിൽ നിന്ന്. അപ്പം ഈ തവാങ് സെക്ടർ എന്ന് പറയുന്നത് അതൊരു മേജർ ത്രസ്റ്റ് ഏരിയയാണ് ഇൻ ഫ്യൂച്ചർ. അത് നമുക്കൊരിക്കലും അവഗണിക്കാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ എൻ്റെ സർവീസ് തുടങ്ങിയ ഇനിഷ്യൽ ടൈമിൽ തവാങ്ങിലായിരുന്നു. ക്രിമു ആൻഡ് എഹഡ് ഓഫ് ദാറ്റ് മരേല, ടാങ്ല ആൻഡ് വാട്ട് ബ്രിഗേഡിയർ നായർ സെഡ് അവിടെ ആസാം റൈഫിൾസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ സബ് ഡിവിഷൻസ് ഉള്ള ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ എന്തിനാണ് ഈ സബ് ഡിവിഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്? കാര്യം ഇന്ത്യ ഒരു മതേതര രാജ്യവും അതുപോലെ തന്നെ പീസ് ലവിങ് കൺട്രിയും ആകുമ്പോൾ നമുക്ക് ഡിഫൻസ് ഫോഴ്സസിൻ്റെ സ്ട്രെങ്ത് ഇത്രയും എന്തിന് എന്നൊരു ചോദ്യം വന്നു. അതായത് വീണ്ടും ആർമിയുടെ സ്ട്രെങ്ത് കൂട്ടുക. ഓരോ രാജ്യത്തിൻ്റെയും സ്ട്രെങ്ത് കൂട്ടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. അതുകൊണ്ട് രാജ്യം ഭരിക്കുന്നവർ ബുദ്ധിപൂർവ്വം ഓരോ സെക്ടറിന്, ഓരോ ഏരിയയ്ക്ക്, ഫോർ എക്സാമ്പിൾ ടിബറ്റിൻ്റെ ബോർഡർ കാക്കാൻ എന്നുള്ള രീതിയിൽ ITBP ഉണ്ടാക്കി. ആസാമിൻ്റെ സെക്ടർ ഉണ്ടാക്കാനായിട്ട് ആസാം റൈഫിൾസ് ഉണ്ടാക്കി. അതുപോലെ ജസ്റ്റ് ആർമിയല്ല, ബോർഡർ മാത്രം സെക്യൂർ ചെയ്യുക, ഞങ്ങൾ വി ആർ പീസ് ലവിങ്, വി ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു എനി വാർ, ഒരു യുദ്ധത്തിലും ഇൻവോൾവ് ആവേണ്ട, അതിനുവേണ്ടി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സസ് ഉണ്ടാക്കി. അപ്പം ഇൻ പ്രിൻസിപ്പിൾ ദേ ഓൾ ആർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഫോർ ദ കൺട്രീസ് ഡിഫൻസ് ആസ് സച്ച്. എൻ്റയർ ഡിഫൻസിലാണ് അവർ ബേസിക്കലി ഉള്ളത്. പക്ഷേ ഔട്ട്സൈഡിൽ കണക്ക് കാണിക്കാനായിട്ട് നമുക്ക് ഓരോ സബ് ഡിവിഷനാണ് കാണിക്കുന്നത്. റെഗുലർ ആർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമി എത്രയുണ്ട്, അതാണ് ആ ഒരു കാര്യത്തിലോട്ട് വരുന്നത്. പക്ഷേ എനിക്കുള്ള ഒരു അഭ്യർത്ഥന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൈനയുമായിട്ടുള്ള റിലേഷൻസ് ഇൻ ഫ്യൂച്ചർ ഒരു കാരണവശാലും അവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇനിയുമുള്ള കൺവെൻഷണൽ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൈനയുമായിട്ടേ ഉള്ളൂ. കൺവെൻഷൻ എന്ന് പറയാൻ പറ്റില്ല, ചൈനയുമായിട്ടല്ലാതെ ഒരു വാർ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം പാകിസ്ഥാൻ ഒരിക്കലും ഇനിയും നമ്മളുമായിട്ട് നമ്മൾ ശരിക്കും ലോക്കൽ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചൊറിയാൻ വരില്ല. കാരണം അത് പാകിസ്ഥാൻ്റെ ഒരു സ്വഭാവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂർഖൻ പാമ്പിൻ്റെ മാതിരിയാണ്. തല പൊക്കി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് തലക്കിട്ടൊരു അടി കൊടുക്കുന്നു. ഒരടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാൾ മയങ്ങി കിടക്കും. വീണ്ടും പൊങ്ങി വരാൻ നോക്കുമ്പോൾ ഒരടി കൂടെ കൊടുക്കുക, അപ്പം മയങ്ങി കിടക്കും. ഈ ഒരു പോളിസി മാത്രം നമ്മൾ പാകിസ്ഥാനെന്ന് ഞാൻ ഒരിക്കലും അഡ്രസ്സ് ചെയ്യില്ല. അത് ടെററിസ്ഥാനാണ്, ടെററിസ്റ്റുകളുടെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ പാക്കികളുടെ അല്ല, ടെററിസ്റ്റുകളുടെയാണ്. അപ്പം ഐ ജനറലി അഡ്രസ് ദം ആസ് ടെററിസ്റ്റാൻ. അപ്പോൾ ആ ടെററിസ്റ്റാണ് നമ്മൾ ഒരിക്കലും ഇനിയും കൂടുതൽ ഇത് കൊടുക്കേണ്ട കാര്യമില്ല. ബട്ട് ചൈന ഈസ് ദ മേജർ ഫോക്കസ് കൊടുക്കേണ്ട കാര്യമാണ്. അപ്പം മൗണ്ടൻ വാർഫെയറിൽ ബ്രിഗേഡിയർ നായർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആക്കുന്നുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും കുഴപ്പമല്ല, നമ്മളുടെ അതായത് 5ഉം 6ഉം ദിവസമൊക്കെ നടന്ന് റൈഫിൾ അല്ലെങ്കിൽ വെപ്പണൊക്കെ ചുമന്ന് ആണ് അവിടെ ഓരോ പോയിന്റിലും എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ആ സ്ഥിതി മാറി. നേരെ മറിച്ച് ആ സമയത്ത് ചൈനയുടെ അഡ്വാൻറ്റേജ് എന്തായിരുന്നു? അവരുടെ ഓരോ പോയിന്റിലും അവരുടെ വെഹിക്കിൾ വരുമായിരുന്നു, വണ്ടി വന്ന് അവർ സാധനങ്ങൾ റേഷനും കാര്യങ്ങളും കൊടുക്കുമായിരുന്നു. നേരെ മറിച്ച് നമ്മൾ എത്ര ഡിഫിക്കൽട്ട്
ഡിഫിക്കൽട്ടി ആയിരുന്നു. ഒരു പോയിന്റിൽ എത്താൻ തന്നെ 3-4 ദിവസം നടന്നാണ് നമ്മുടെ ഇന്ത്യ പോയിന്റിൽ എത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ടും ആത്മവീര്യം ഒരിക്കലും നഷ്ടപ്പെടാതെ ഇന്ത്യൻ ആർമി അതായത് യുവാക്കളുടെ ആർമിയിലേക്ക് അല്ലെങ്കിൽ സേനയിലേക്ക് വരാനുള്ള ഉത്തേജക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള എക്സാമ്പിളുകളാണ്. അത് കണ്ടാണ് തീർച്ചയായിട്ടും രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ദാറ്റ് ഈസ് ദ പ്രൈം. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് പോലും സേഫായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ കുറേ കണ്ണുകൾ അയൽവക്കത്തോട്ട് നോക്കി അവിടെ നിന്നൊന്നും വരുന്നില്ല എന്ന് നോക്കിയിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയാൽ നമ്മൾ വീണ്ടും നമ്മളുടെ രാജ്യത്തെയോ സൈന്യത്തെയോ ഒരു കാരണവശാലും കുറച്ച് കാണിക്കുകയില്ല എന്നെനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. രാജ്യസുരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സമയം തികയില്ല. കേണൽ RK നായർ, ക്ഷമിക്കണം സർ, നമുക്ക് സമയ പരിമിതി കൊണ്ടാണ് താങ്കളിലേക്കും എത്തേണ്ടതുണ്ടായിരുന്നു. ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കുന്ന സംശയങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും രാജ്യമാണ് പ്രധാനം, രാജ്യസുരക്ഷയാണ് പ്രധാനം എന്നുള്ളത് രാഷ്ട്രീയത്തെക്കാൾ ഉപരി അത് പ്രതിപക്ഷവും മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമസ്തേ.